പക്ഷം ആ കുട്ടികളെ എവിടെയും വഴി പിടിച്ചു പോയില്ല. ആൺകുട്ടികളായാലും പെൺകുട്ടിയായാലും സന്ധ്യ നേരത്ത് നാമം ചെല്ലുക, അവരുടെ രീതികളെ പറഞ്ഞ് മനസ്സിലാക്കുക, മൂത്തവരെ ബഹുമാനിക്കുക. അപ്പൊ ഇങ്ങനെ എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ വളരുന്ന കുട്ടികള് ഒരിക്കലും അമ്മ വയസ്സാകുന്ന സമയത്ത്, ഇപ്പൊ മകൻ യൗവനമായി കല്യാണം കഴിച്ചു, ഭാര്യ വന്നു, ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ ജന്മത്ത് ആൺകുട്ടികളുടെ കാര്യം ഞാൻ കുറച്ച് കണ്ടുകെട്ടി മനസ്സിലാക്കിയ കാര്യം പറയാം. എല്ലാം ശരിയാവണം എന്നില്ല, തെറ്റാണ്, എന്നോട് ക്ഷമിക്കുക. അമ്മ പറയുന്നത് കേൾക്കണം, അമ്മയെ തൃപ്തിപ്പെടുത്തണം, ഭാര്യയെ തൃപ്തിപ്പെടുത്തണം. അപ്പൊ ആൺകുട്ടികളാണ് ഇടയ്ക്ക് കുറച്ച് മനസ്സിന്റെ വിഷമം അനുഭവിക്കുന്നത്. ഭാര്യയോട് കാര്യത്ത് പറയാൻ നിവൃത്തിയില്ല, അമ്മയോട് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അപ്പൊ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഇംബാലൻസ് വരും. ചിലപ്പോ അമ്മ പറയും അത് ശരി, നീ ഇപ്പൊ ഭാര്യയുടെ സൈഡ് എന്നെ വേണ്ടാതെ. അങ്ങനെ ചില സംഭാഷണങ്ങൾക്ക് ചിലപ്പം പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. അതുണ്ടാകാൻ കഴിയുന്നത് നമ്മളെല്ലാവരും, നമുക്ക് പ്രായവും പക്വതയും വന്ന ആൾക്കാർ അമ്മമാരും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓരോരുത്തരും ഓരോ പെൺകുട്ടികൾ ഓരോ രീതിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ മകനല്ലേ, നമ്മുടെ അടുത്ത തലമുറ അവരിതുവല്ലേ വരേണ്ടുന്നത്. അപ്പൊ അതനുസരിച്ച് ജീവിക്കാനായിട്ട് നോക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നാമജപങ്ങൾ, ഭക്തിമാർഗങ്ങൾ അവരെ ഉപദേശിക്കുക. സന്ധ്യാനേരത്തുള്ള നാമജപം അത് വളരെ ഉത്തമം തന്നെയാണ്. അങ്ങനെ നല്ല പൗരന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ പറയുന്നത് ഈ ചിട്ടകളും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു വീട് നന്നായി കഴിഞ്ഞാൽ അടുത്തുള്ള കുറച്ച് വീടുകൾ നന്നായി ആ ദേശം നന്നാവും, നമ്മുടെ രാഷ്ട്രം മുഴുവൻ നന്നാവും, ഇല്ലേ? അപ്പൊ നമ്മള് ജനനി, അമ്മ എന്ന് പറയുന്നത് ഭൂമിദേവിയുടെ ഒരു വരം തന്നെയാണ് അത് കിട്ടുന്നത്, അല്ലേ? എത്ര ആൾക്കാർ കുട്ടികളിൽ ഉണ്ടാവാതെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ നമ്മൾ പറയുന്ന നമ്മുടെ ഇന്ത്യ, ഭാരതത്തെ നമ്മൾ പറയുന്ന ഭാരത് മാത എന്നാണ് പറയുന്നത്. ഭാരതത്തിന്റെ അച്ഛൻ എന്നല്ലല്ലോ പറയുന്നത്, ദേവി, സ്ത്രീരൂപമായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ജന്നി തന്നെയാണ് ഈ ഓരോ അമ്മമാര്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ല ഈ പ്രോബ്ലം. പുറംനാടുകളിലും പല സ്ഥലത്തും ഉണ്ട്. അനാഥാലയത്തിൽ ഉണ്ടാക്കുക, അമ്മയെ നോക്കാതിരിക്കുക, അമ്മയ്ക്ക് വെള്ളം കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല. അതുപോലെ കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞ അമ്മയുടെ ശരീരം നോക്കിയില്ല, അമ്മയ്ക്ക് ഷുഗർ വരും, കൊളസ്ട്രോൾ വരും. അപ്പൊ കൊച്ചുമക്കളും നോക്കിയായി ഈ വളഞ്ഞ സാധനങ്ങൾ, ന്യൂഡിൽസും അതും ഇതും പല സാധനങ്ങൾ, നല്ല നല്ല മണം. അമ്മയ്ക്ക് മൂക്കിനത്ര മണമില്ല, അമ്മ വയ്യാതെ ഒരു റൂമിൽ കിടക്കുക, അതിനൊരു റൂമിൽ കിടത്തിയൊക്കെയാണ്. കയ്യൊക്കെ അതിനെ ഇതാവുന്നുണ്ട്. അപ്പോൾ നല്ല മണം വരും. അമ്മ കഴിക്കണ്ട, അമ്മയ്ക്ക് അസുഖമാണ്, കൊടുക്കില്ല. പിന്നെ വേറെ എന്തെങ്കിലും അതും കൊടുക്കില്ല. പിന്നെ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കാണ്, കൂടി ഇരുന്ന് കയറി ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. എങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും മരുമകൾ ആരും ആയിക്കോട്ടെ, വീട്ടിലെ അവരുടെ ഭർത്താവ് ജീവിച്ചിപ്പണി അവരായിക്കോട്ടെ, ഒന്ന് തൊട്ട് തലോടി, അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അമ്മയെ കുറച്ച് വെള്ളം തരട്ടെ, അമ്മയ്ക്ക് മൂത്രം ഒഴിക്കണോ, ഞാൻ എന്താ ചെയ്തു തരേണ്ട അമ്മയ്ക്ക്, എന്തോ ഒരു സന്തോഷം അവർക്ക് കിട്ടുമെന്നറിയാൻ എന്ന് ചോദിച്ചാൽ. ഇത് കൊച്ചുമക്കളൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിലില്ല. അവര് മുറിക്ക് പോകുന്ന ഒന്നിങ്ങനെ എത്തി നോക്കട്ടെ. ചിലപ്പോ അവര് എന്തോ യൂറിനെന്തൊക്കെ പാസ് ചെയ്ത് ചിലപ്പോൾ അത്ര ഒരു മണം ഉണ്ടാവും. അപ്പൊ ആ നാട്ടിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ മൂക്ക് പൊത്തിയിട്ട് അത്ര പോയി നോക്കുക. പിന്നെ കുറച്ചുകൂടെ വയ്യാതെ ശ്വാസം മാത്രമുണ്ട്, വെള്ളം സ്പൂൺ കൊണ്ട് കൊടുത്താൽ കഞ്ഞി വെള്ളം ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം അത് കുടിക്കും. അവർക്ക് പറ്റണില്ല, അതുകൊണ്ടാണ് അവരുടെ ശരീരസ്ഥിതി അങ്ങനെയായി. അപ്പോൾ ശ്വാസമുണ്ട്, ശരിയല്ല, ശ്വാസത്തോടെ കിടക്കുകയായിരിക്കും, ഇങ്ങനത്തെ മനസ്സിലായി. ചിലവര്, എല്ലാവരും ഇല്ല. അപ്പൊ നമ്മൾ പറയുന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അമ്മ ആ ലാസ്റ്റ് തുടിപ്പ്, അഹം ബ്രഹ്മാസ്മി എന്നാണ് ഞാൻ പറഞ്ഞു. ആ അകത്തുള്ള ചൈതന്യം, അത് പോകുന്ന, ആ തുടിപ്പ് പോകുന്ന വരയ്ക്ക് അച്ഛനോ അമ്മയോ പ്രായമുള്ള നമ്മുടെ കുടുംബത്തോ അയൽവക്കത്തോ നമ്മളെ കൊണ്ട് എന്ത് അവർക്ക് ചെയ്യാൻ പറ്റുമോ ഒരു സന്തോഷമാകും. ചില പേർക്ക് ഭാഗവതം കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമായിരിക്കും, കണ്ണ് കാണില്ല, വായിക്കാൻ പുസ്തകം കൈ പിടിക്കാൻ കൈ വിറയ്ക്കുക, പറ്റണില്ല, ഒട്ടും കണ്ണ് കാണില്ല. കണ്ണിന്റെ ഓപ്പറേഷൻ, തിമിരത്തിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഒരു വയസ്സ് കുറച്ചുകൂടെ കൂടിയേ, ഒന്നും പറ്റണില്ല, ഒന്നും പറ്റില്ല. 4 നാമം അവർക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ അത് കേൾക്കുന്നത് നല്ലതാ, അത് നല്ലൊരു പുണ്യല്ലേ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? പിന്നെ ഇങ്ങനെ വയ്യാതെയൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ആ ഭഗവാന്റെ പേര് കേട്ട് ഭഗവത്പാദത്തിൽ പോകാനായിട്ട് നമ്മളാൽ കഴിയുന്ന നാമജപങ്ങൾ എന്തെല്ലാം ചെയ്യാം. അത് ജഡഭരതന്റെ കഥയും ഭരതന്റെ കഥയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ മാനിനെ ചിന്തിച്ചു പോയിട്ട് പിന്നെ മാനായി പിറന്നു, അങ്ങനെ കുറെ കഥകളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ അധികം പറയുന്നില്ല, അത് പറഞ്ഞിവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത് പറയുന്നത് ശങ്കരാചാര്യര് അമ്മയ്ക്ക്